ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ കോഫി മഗ്ഗിലേക്ക് സ്വാഗതം. ഞാൻ ലിഷ. ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കാൻ പോകുന്നത് കക്ക ഇറച്ചി ഉലർത്താണ്. ധാരാളം ഗുണങ്ങളുള്ള ഒരു മീറ്റാണ് കക്ക ഇറച്ചി. വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ, അതുപോലെ തന്നെ വളരെ രുചികരവുമാണ്. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കക്ക ഇറച്ചി വേവിച്ചെടുക്കണം. അതിനായി ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഇല്ലെങ്കിൽ അടികട്ടിയുള്ള ഏതെങ്കിലും പാത്രം എടുത്താലും മതി. കക്ക ഇറച്ചി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ. എനിക്ക് ചെറിയ കക്ക ഇറച്ചിയാണ് കിട്ടിയിരിക്കുന്നത്. ഇറച്ചി നന്നായി കഴുകി വേസ്റ്റൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വൃത്തിയാക്കിയതിന് ശേഷം 1/2 കിലോ തൂക്കമുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ഏകദേശം 15 മിനിറ്റ് സമയമെടുക്കും ഇത് വെന്തു വരാൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, 1/2 കപ്പ് വെള്ളത്തിൽ കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് തിളച്ചു വരുമ്പോൾ ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ഇപ്പോൾ ഇറച്ചി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കക്ക ഇറച്ചി ഉലർത്തിയെടുക്കാട്ടോ. അതിനായി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 6 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലോ വെജിറ്റബിൾ ഓയിലോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 10 വലിയ വെളുത്തുള്ളി ചതച്ചത്, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് കീറിയത്, ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. നല്ല മണമൊക്കെ വന്ന് ചെറുതായിട്ട് കളർ മാറുമ്പോൾ ഇതിലേക്ക് 15 വലിയ ചുവന്നുള്ളി അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കണം. ഈ സമയം തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ ചുവന്നുള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നാടൻ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവ ചേർത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായി ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം തട്ടിപ്പൊത്തിയിട്ട് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ 2 മുതൽ 3 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് മൂപ്പിച്ചിട്ട് നന്നായി ഇളക്കി ചേർക്കാം. കുരുമുളക് പൊടി നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ടാൽ മതി കേട്ടോ.
എന്നിട്ട് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഏകദേശം 10 മിനിറ്റോളം കുക്ക് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇനി 3 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കക്ക ഇറച്ചി റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.